അല്ലാഹുവേ നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു, എന്നാ നിസ്കരിക്കാൻ വരുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ നേരത്തെ വരുന്ന അബൂബക്കറിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ അബൂബക്കർ വന്നില്ലേ സഹാബ? ഇല്ല നബിയേ, അബൂബക്കർ വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തെങ്കിലും രോഗമാണോ? അബൂബക്കറിന് സുഖമില്ലേ സഹാബ? ചെന്ന് നോക്ക് സഹാബ. മഹാനായ തൽഹ തങ്ങളാണ് ചെന്ന് നോക്കാൻ പോകുന്നത്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കാൻ പോയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, രോഗമൊന്നുമില്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ. അങ്ങ് പറഞ്ഞു വിട്ട പാപപ്പെട്ട മനുഷ്യനെ വെറും കൈയോടെ മടക്കാൻ മനസ്സില്ലാതെ, തന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ, ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. ധരിക്കാ വസ്ത്രമില്ലാതെ വാതിലടച്ചിരുന്ന് കരയുകയാണ് നബിയേ. ഇട്ടിരുന്ന വസ്ത്രമാ ഊരിക്കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവസാനം അല്ലാഹുവിന്റെ റസൂല് വീട് തിരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കീറി പറഞ്ഞ ഒരു വസ്ത്രം, ഒരു പടയങ്കിയോ വസ്ത്രമോ എടുത്തു കൊടുത്തു. അതും ധരിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങൾ നടന്നു വരുമ്പോ ജിബ്രീൽ കരഞ്ഞടോ, അല്ലാഹുവിന്റെ മലക്കുകൾ കരഞ്ഞടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങൾ കിടക്കുന്ന സ്വർഗമാ ഞാനും നിങ്ങളും ചോദിക്കുന്നത്. എന്തർഹതയാ, എന്ത് യോഗ്യതയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. സഹോദര, മദ്രസയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് പടച്ചവര്, പൈസ ചോദിക്കുമ്പോ എഴുന്നേറ്റ് പോടല്ലേ, ഇല്ലെന്ന് പറയല്ലേ പെങ്ങള്, ഇല്ലെന്നൊരാൾ പോലും പറയരുത്. നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത്, ഒരു ചാക്ക് സിമന്റ് ആണെങ്കിൽ അത് മതി സഹോദരാ, ഒരു കല്ലാണെങ്കിൽ അത് മതി സഹോദരാ. നീ അധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് കൊടുക്കാൻ തയ്യാറാകൂ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ,